ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്ന് അടിപൊളി സ്വാദിലുള്ള പാൽ പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓണത്തിന് എല്ലാവരും ഈ പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ? അതിന് മുമ്പായിട്ട് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പൊടിയരി വെച്ചിട്ടാണ് നമ്മൾ ഈ പാൽ പായസം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ പവിഴെന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ പൊടിയരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. മട്ട പൊടിയരി റൈസാണ്. 5 ടേബിൾ സ്പൂൺ പൊടിയരിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ 2 പാക്കറ്റ് പാൽ വെച്ചിട്ടാണ് ഈ പായസം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അളവാണ് പറയുന്നത്. 5 ടേബിൾ സ്പൂൺ പൊടിയരി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയെടുക്കാം. ഇതിലേക്ക് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ അരിക്കൊരു ബ്രൗൺ കളർ ഉണ്ടാവുമല്ലോ, അത് മുഴുവനായിട്ട് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പാൽപ്പായസം ആകുമ്പോൾ നല്ലൊരു വൈറ്റ് കളറിലാണല്ലോ ഇരിക്കേണ്ടത്. അപ്പോൾ ഈ അരി അല്ലെങ്കിൽ ഈ കളറോട് കൂടിയിട്ട് ചേർത്താൽ ആ വൈറ്റ് കളറ് കുറച്ചൊന്ന് കുറയും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് കുറച്ച് സമയം വെക്കുന്നത്. ഒരു 10 മിനിറ്റ് വെക്കുന്നുണ്ട്. അതിനുശേഷം ഒന്നുകൂടി കഴുകിയെടുത്തിട്ട് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടി നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒട്ടും വെള്ളമില്ലാതെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. $250 ml കപ്പിലാണ് മെഷർമെന്റ് പറയുന്നത്. 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ 2 പാക്കറ്റ് പാൽ വെച്ചിട്ടാണ് ഈ പായസം ഉണ്ടാക്കിയെടുക്കുന്നത്. അതിൽ നിന്ന് 1 കപ്പ് പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അരി വേവിക്കാനായിട്ട്. നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് വെച്ച് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെക്കാം. ഒരു വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് 3 മിനിറ്റ് ആണ് കുക്ക് ചെയ്യേണ്ടത്. 3 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് സ്റ്റീം മുഴുവനായിട്ട് പോയിട്ട് വേണം കുക്കർ തുറക്കാനായിട്ട്. അപ്പോൾ അരി കറക്റ്റായിട്ട് വെന്ത് കിട്ടും. ഞാനിപ്പോൾ അലുമിനിയത്തിൻ്റെ പ്രഷർ കുക്കറിലാണ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ സ്റ്റീലിൻ്റെ പ്രഷർ കുക്കറിലാണ് നിങ്ങൾ ചെയ്തെടുക്കുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വേവിലൊക്കെ വ്യത്യാസം വരും. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേവ് കറക്റ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ദാ 3 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റീമെല്ലാം പോയിട്ടുണ്ട്. അരി കണ്ടില്ലേ, കറക്റ്റ് പാകത്തിന് കുക്കായിട്ടുണ്ട്. നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുത്ത വെള്ളവും പാലും ഒക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. നന്നായിട്ട് അരി വേവിച്ചെടുക്കണം. ഇങ്ങനെ കടിച്ചു നോക്കുമ്പോൾ കടിക്കാനായിട്ട് കിട്ടാൻ പാടില്ല. അത്രയും നന്നായിട്ട് വേവണം. എന്നാലാണ് പായസത്തിൽ ഇടുമ്പോൾ നല്ല രുചി ഉണ്ടാവുള്ളൂ പായസം കുടിക്കാനായിട്ട്. ഇനി ഇതിലേക്ക് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2 പാക്കറ്റ് പാലിൽ ബാക്കിയുള്ള പാല് മുഴുവനായിട്ട് ഒഴിക്കുന്നില്ല. കുറച്ച് ഞാൻ അവിടെ ബാക്കി വെച്ചിട്ടുണ്ട്. ബാക്കിയല്ലാതെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ പഞ്ചസാര ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് പഞ്ചസാര, 1 കപ്പിൽ കറക്റ്റ് ഫുള്ളായിട്ട് പഞ്ചസാര എടുത്തിട്ട് അതിൽ നിന്ന് 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര മാറ്റിയിട്ടുണ്ട്. അത്രയും പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 കപ്പിൽ നിന്ന് 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര മാറ്റി അതിന് ശേഷമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1 കപ്പ് മുഴുവനായിട്ട് ഇട്ടിട്ടില്ല. ഇതാവുമ്പോൾ കറക്റ്റ് ഒരു മധുരമായിരിക്കും. മധുരം കൂടുതൽ വേണ്ടവർക്ക് അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ഇട്ട് കൊടുത്ത് ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് തിളച്ചു കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. 5 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സ്വാദിന് വേണ്ടിയിട്ട് ചേർക്കുന്നത് 1/4 ടേബിൾ സ്പൂൺ ബട്ടറാണ്. ബട്ടർ അത്ര അധികം ഒന്നും ചേർക്കണ്ട, 1/4 ടേബിൾ സ്പൂൺ മതിയാവും. ഇനി ഇതിലേക്ക് കുറച്ച് തുളസിയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഇതിൽ ഏലക്കയൊന്നും ചേർക്കുന്നില്ല. ഏലക്കയൊക്കെ ചേർത്താൽ വേറൊരു ടേസ്റ്റ് ആവും. ഇതിലേക്ക് തുളസിയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 10-20 തുളസിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേണം ഈ 2 ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇത് രണ്ടും ചേർത്ത് കൊടുത്താൽ പാൽപ്പായസത്തിന് നല്ല സ്വാദാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. പായസം ചൂടോട് കൂടി ആകുമ്പോൾ കുറച്ചൊരു ലൂസ് പോലെയൊക്കെ ഉണ്ടാവും. പക്ഷെ കുഴപ്പമില്ല, കുറച്ചൊന്ന് തണുത്ത് കഴിഞ്ഞാൽ കറക്റ്റ് കൺസിസ്റ്റൻസി ആവും. ഈ ഒരു പരുവത്തിലാണ് തണുത്തപ്പോൾ പായസം ഉള്ളത്. നമ്മൾ തുളസിയില ഇട്ട് ഒരു 10 മിനിറ്റിന് ശേഷം തുളസിയില പായസത്തിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് നേരം തുളസിയില ഇട്ട് വെച്ചാൽ മതി. അതിനുശേഷം നമ്മൾ അത് എടുത്ത് മാറ്റുക. ഇപ്പോൾ പായസം റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, കറക്റ്റ് കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഓണത്തിന് എല്ലാവരും ഈ പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
നല്ല സ്വാദാണ് കഴിക്കാനായിട്ട്. ഇതിപ്പോൾ നമ്മുടെ പേപ്പർ ഗ്ലാസ് ഇല്ലേ, അതിൽ ഒരു 9 ഗ്ലാസ് പായസമാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് എത്രയാണോ പായസം വേണ്ടത് അതിനനുസരിച്ചിട്ട് ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ് ചെയ്താൽ മതി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക് യു.